ടിപ്പു പൊളിച്ച ഒരു ക്ഷേത്രത്തിൻ്റെ ചിത്രം എന്ന് പറഞ്ഞുകൊണ്ട് വ്യാപകമായി കഴിഞ്ഞ കുറച്ചു കാലം മുമ്പ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഓലയൊക്കെ മേഞ്ഞ ഒരു ക്ഷേത്രത്തിൻ്റെ ചിത്രം പ്രചരിപ്പിക്കപ്പെടുന്നത് കണ്ടു. ചരിത്ര പഠനത്തിൻ്റെ പ്രാഥമിക ധാരണ പോലും ഇല്ലാത്തവരാണ്. ടിപ്പു ഈ ആദ്യമായി ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് ഉണ്ടാവുന്നത് 1800കളുടെ ആദ്യ പാദത്തിലാണ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന കാര്യം ഉണ്ടാവുന്നത്. അപ്പോൾ ടിപ്പു ജീവിച്ചിരിക്കുമ്പോൾ ഒരു ക്ഷേത്രം പൊളിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ആ ക്ഷേത്രത്തിൻ്റെ ഫോട്ടോ എടുക്കാൻ ഫോട്ടോഗ്രാഫി ലോകത്ത് തന്നെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. ഇന്ന് സവർക്കറുമായി നിങ്ങൾ ടിപ്പുവിനെ താരതമ്യം ചെയ്താൽ, നമ്മൾ പറയുന്ന ഈ ആൻഡമാൻ ദ്വീപുകളിൽ നിന്ന് 6 തവണ മാപ്പെഴുതി കൊടുത്ത ഒരു പാരമ്പര്യത്തിൽ നിന്ന് വരുന്ന അയാളിൽ നിന്ന് അവസാന നിമിഷവും വെറും നിലത്ത് നിന്ന്, കുതിര വീണിട്ടും വെറും നിലത്ത് നിന്ന് യുദ്ധം ചെയ്ത് 1 മണിക്കൂറോളം 3/4 മണിക്കൂറോളം വെറും നിലത്ത് നിന്ന് യുദ്ധം ചെയ്ത് സാധാരണ പടയാളികൾക്കിടയ്ക്ക് ആരാണ് ടിപ്പു സുൽത്താൻ എന്ന് പോലും അറിയാതെ ബ്രിട്ടീഷുകാരുടെ വെട്ടേറ്റ് വീണ അവസാന നിമിഷം രാജാഖാൻ എന്ന ഒപ്പം നിൽക്കുന്ന ആൾ പറയുന്നുണ്ട്, സുൽത്താനാണെന്നൊന്ന് വിളിച്ചു പറയൂ. ഇത് ബ്രിട്ടീഷ് രേഖകളിലുള്ളതാണ്. എന്നാൽ നിങ്ങളുടെ ജീവൻ രക്ഷപ്പെടും. അങ്ങനെ ഞാൻ ടിപ്പു ആണ് എന്ന് വിളിച്ചു പറഞ്ഞ് ജീവൻ രക്ഷപ്പെടുത്താൻ പോലും തുനിയാതെ നേർക്ക് നേരെ നിന്ന് യുദ്ധം ചെയ്ത് മരിച്ച ഒരാളെ നിങ്ങൾക്ക് അതിൻ്റെ 2 നൂറ്റാണ്ടുകൾക്ക് ശേഷം വന്ന ആൻഡമാൻ ദ്വീപുകളിൽ നിന്ന് മാപ്പെഴുതിയ ആളുമായിട്ട് എന്ത് താരതമ്യമാണുള്ളത് എന്ന ചോദ്യം തിരിച്ച് അപ്പോഴും നിലനിൽക്കുന്നുണ്ട്. 3 ക്ഷേത്രങ്ങളാണ് ടിപ്പു നേരിട്ട് ഏതെങ്കിലും നിലയ്ക്ക് ടിപ്പുവിൻ്റെ പടയോട്ട സമയത്തുള്ള അറ്റാക്ക് ഉണ്ടായി എന്ന് ഏതെങ്കിലും നിലയ്ക്ക് തെളിവുകളുള്ള 3 ക്ഷേത്രങ്ങളാണുള്ളത്. ചരിത്രത്തിൽ ടിപ്പു സുൽത്താൻ്റെ കള്ളിയും കള്ളവും എന്നാണ് വിഷയത്തിനൊരു പേരിട്ടിരിക്കുന്നത്. ഏത് കോളത്തിലാണ്, കള്ളിയിലാണ് നമ്മൾ ചരിത്രത്തിൽ ഒരാളെ പെടുത്തുന്നത് എന്നുള്ളതൊരു ചോദ്യമാണ്. അപ്പോൾ ചരിത്രത്തിലെ കള്ളികൾ, ചരിത്രത്തിൽ ഇങ്ങനെ ഇടുന്ന സ്ക്വയർ മാർജിൻസ് എന്ന് പറയുന്നത് ചരിത്രത്തിലെ റീഡിങ്സിനെയാണ് നമ്മൾ സാധാരണ പറയുക. പലതരം ചരിത്ര വായനകൾ എന്ന് പറയുന്നു. സത്യത്തിൽ ചരിത്രം എന്ന് പറയുന്നത് പലതരം ചരിത്ര വായനയാണ് എന്നതാണ് ഒന്നാമത്തതിൻ്റെ ആമുഖമായൊരു യാഥാർത്ഥ്യം. ഞങ്ങൾ പറയുന്നതാണ് ആത്യന്തികമായ സത്യം എന്നാരെങ്കിലും ചരിത്രത്തിൽ പറയുന്നുണ്ട് എങ്കിൽ അതാണ് ഏറ്റവും കൂടുതൽ അവിശ്വസിക്കേണ്ടത് എന്നാണ് അക്കാഡമിക് ചരിത്ര വിദ്യാഭ്യാസത്തിൻ്റെ ആദ്യ പാഠങ്ങളിലൊന്ന്. അപ്പോൾ അതുകൊണ്ട് ഒരു ചരിത്ര വിദ്യാർത്ഥി, ചരിത്ര ഗവേഷകൻ ചെയ്യേണ്ടത് എന്താണ് എന്നതിനെക്കുറിച്ച് ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായി എഴുതിയ ഒരാൾ റൊമീല ഥാപ്പറാണ്. റൊമീല ഥാപ്പർ പറയുന്നൊരു കാര്യമുണ്ട്, ഉപാദാനങ്ങളോട് സത്യസന്ധരായിരിക്കുക, കിട്ടുന്ന സോഴ്സുകളോട് സത്യസന്ധത പുലർത്തുക, തങ്ങൾ ഏത് പക്ഷത്ത് നിന്നുകൊണ്ടാണ് ചരിത്രത്തെ നോക്കിക്കാണുന്നത് എന്ന് സത്യസന്ധമായി പറയുക. ഇത്തരം കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതല്ലാതെ ഞങ്ങൾ പറയുന്നത് ആത്യന്തികമായ ഒരു പ്രപഞ്ച യാഥാർത്ഥ്യമാണ് എന്ന രീതിയിൽ അവതരിപ്പിക്കുന്നതൊന്നും ഒരു ചരിത്ര പഠനത്തിൻ്റെ രീതിയല്ല. പലപ്പോഴും ഇപ്പോൾ ടിപ്പു സുൽത്താനെ പറ്റിയിട്ടുള്ള ചരിത്ര വായനകളിൽ കാണുന്ന ഏറ്റവും വലിയ അപാകത അതാണ്. നിങ്ങൾ തിരിച്ചറിഞ്ഞ ഒന്നുമല്ല വാസ്തവം എന്ന് പറഞ്ഞുകൊണ്ടാണ് ടിപ്പുവിനെതിരെയുള്ള മിക്കവാറും കള്ളങ്ങളെല്ലാം പ്രചരിക്കപ്പെടുന്നത്. ഞങ്ങളിതാ സത്യമാദ്യമായി പുറത്തു കൊണ്ടുവരുന്നു എന്ന നിലയ്ക്കാണ് ടിപ്പു മതഭ്രാന്തനാണ്, ടിപ്പു ക്ഷേത്രം പൊളിച്ച ആളാണ്, ടിപ്പുവാണ് ഈ നാട്ടിലെ മുഴുവൻ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളാക്കി മതപരിവർത്തനം നടത്തിയത് എന്നിങ്ങനെ നിങ്ങളെല്ലാവരും കേട്ടിരിക്കാൻ വഴിയുള്ള ടിപ്പുവിനെ കുറിച്ചുള്ള നിരന്തരമായ ടോക്കുകളെല്ലാം ഞങ്ങളിതാ സത്യം പറയുന്നു എന്ന നിലയ്ക്കാണ് അവതരിപ്പിക്കുക. അത് സത്യത്തിൽ ചരിത്ര ഗവേഷണത്തിൽ വളരെ അബ്സേർഡായ, വളരെ നോൺസെൻസ് എന്ന് വിശേഷിപ്പിക്കാവുന്നൊരു കാര്യമാണ്. ഞാൻ കാണുന്നത് ഈ ടിപ്പുവിനെ കുറിച്ചുള്ള ചരിത്ര വായനയിൽ പ്രധാനമായും 3 റീഡിങ്സ് ഉണ്ട് എന്നുള്ളതാണ്. ഒന്ന്, ഇന്ന് ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഈ പൊളിറ്റിക്കൽ ഹിന്ദുത്വയുടെ രാഷ്ട്രീയ അധികാരത്തോടുകൂടി പ്രബലമായ ടിപ്പു എന്ന് പറയുന്ന മതഭ്രാന്തനും മുസ്ലിം വർഗീയവാദിയും ഒക്കെ ആയിട്ടുള്ള ഒരു ക്ഷേത്രധ്വംസകനായ ഒരു വർഗീയവാദി എന്ന ഒരു റീഡിംഗ് ഇന്ത്യയിൽ ശക്തമായി തന്നെ ഇപ്പോൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. മറ്റൊന്ന് പ്രബലമായിട്ടുള്ളത് ഒരു ഇസ്ലാമിക് അമീർ ആയിരുന്നു മൊത്തത്തിൽ ടിപ്പു സുൽത്താൻ. അത് ഈ വായനയുടെ തന്നെ മറ്റൊരു അപരഭാഗമായിട്ടാണ്, ഒരു കോയിൻ്റെ 2 ഭാഗമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. അങ്ങനെ മാത്രം കാണുക, അതിലപ്പുറം ടിപ്പുവിൻ്റെ മറ്റു കാര്യങ്ങളൊന്നും കാണാതിരിക്കുക എന്ന നിലയ്ക്ക് ടിപ്പുവിനെ അവതരിപ്പിക്കുക എന്നൊരു റൂട്ടും വലിയ തോതിൽ ആരംഭിച്ചിട്ടുണ്ട്. പലപ്പോഴും പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ എന്ന് പറയുന്ന ആളുകളുടെ വിങ്ങിനകത്താണ് ഈ വാദം ശക്തമായി ഞാൻ ഉന്നയിക്കപ്പെട്ട് കണ്ടിട്ടുള്ളത്. മറ്റൊന്ന്, ടിപ്പുവിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പഠിച്ച ആളുകൾ, അത് ആദ്യഘട്ടം മുതൽ ഈ ചരിത്രം പഠിച്ച ഒരുപാട് പേരുണ്ട്. ഞാൻ മുൻപ് സൂചിപ്പിച്ച പോലെ റൊമീല ഥാപ്പർ, ഇർഫാൻ ഹബീബ്, അങ്ങനെയൊക്കെയുള്ള നമ്മൾ പലപ്പോഴും ഇടതുപക്ഷ ചരിത്രകാരന്മാർ എന്നൊക്കെ പറയുന്ന ചരിത്രകാരന്മാർ പഠിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കിർനായിക് പോലെ മറ്റേ അനേകം ചരിത്രകാരന്മാർ ആദ്യം മുതൽ തന്നെ, കൊസാംബി ഘട്ടം മുതൽ തന്നെ അത് തുടങ്ങുന്നു, ശർമ്മയുടെ കാലം മുതൽ തന്നെ തുടങ്ങുന്നു.
ടിപ്പുവിനെ പറ്റിയിട്ടുള്ള പഠനങ്ങളുണ്ട്. സൗത്ത് ഇന്ത്യയിൽ തന്നെ RS നടരാജ് പിള്ള മുതൽ പലതരത്തിലുള്ള ഹിന്ദുക്കളായ ചരിത്രകാരന്മാരും തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ആ ചരിത്ര പഠനം നടത്തുന്നുണ്ട്. ആ ചരിത്ര പഠനങ്ങളിലൂടെ തെളിയുന്ന ടിപ്പുവാണ് മൂന്നാമത്തെ കള്ളി. ഞാൻ പറയുന്ന ഈ 3 കള്ളികൾ വളരെ പ്രബലമാണ് എന്നതാണ്. ഇതിൽ ഞാൻ പ്രധാനമായി കാണുന്ന ഒരു കാര്യം, ഇന്ന് ടിപ്പുവിനെ വലിയ തോതിൽ 2 തരത്തിലാണ് കള്ളങ്ങൾ കൊണ്ട് മാറ്റി നിർമ്മിക്കാൻ, പുനർനിർമ്മിക്കാൻ ശ്രമിക്കുന്നത്. അതിലൊന്ന് സ്ഥാപിക്കപ്പെടുന്ന കള്ളങ്ങളാണ്, രണ്ടാമതൊന്ന് മായ്ച്ച് കളയപ്പെടുന്ന സത്യങ്ങളാണ്. ഇത് രണ്ടും സാധാരണ നിലയ്ക്ക് രാഷ്ട്രീയ ഹിന്ദുത്വയുടെ 2 തരം പ്രയോഗങ്ങളാണ്. ഒന്ന് വളരെ കൃത്യമായി തന്നെ അപരവൽക്കരിക്കപ്പെട്ട കള്ളങ്ങൾ നിർമ്മിച്ചെടുക്കുക, തീർത്തും അതേഴ്സിനെ മുൻനിർത്തിക്കൊണ്ടുള്ള കള്ളങ്ങൾ നിർമ്മിക്കുക. മറ്റൊന്ന് ചരിത്ര സത്യങ്ങൾ മായ്ച്ചു കളയുക. ഈ 2 കാര്യങ്ങളും ടിപ്പുവിൻ്റെ കാര്യത്തിൽ നടന്നിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ടിപ്പുവിനെ പറ്റിയിട്ടുള്ള നിർമ്മിക്കപ്പെട്ട ഒരു കള്ളമെന്ന് പറയുന്നത് ടിപ്പു ഒരു വലിയ മതഭ്രാന്തനായിരുന്നു എന്ന കള്ളമാണ്. ഒരു ചരിത്ര വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് ഞാൻ പലപ്പോഴും ടിപ്പുവിനെ പറ്റി പഠിക്കാൻ ശ്രമിക്കുമ്പോൾ നിരന്തരം അഡ്രസ്സ് ചെയ്തൊരു വിഷയം ഇതാണ്. ഏറ്റവും കൂടുതൽ ടിപ്പുവിനെ കുറിച്ച് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു റീഡിങ്ങും അതാണ്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, ഏത് മതത്തിനെതിരെ പ്രവർത്തിച്ചു എന്ന് ചോദിച്ചാൽ ഹിന്ദു മതത്തിനെതിരെ എന്ന ഉത്തരമാണ് പൊളിറ്റിക്കൽ ഹിന്ദുത്വം നൽകുക. ടിപ്പു ജീവിച്ചിരുന്ന കാലത്ത് ഹിന്ദു എന്നൊരു മതത്തെ കൃത്യമായി നിർണ്ണയിക്കുക തന്നെ സാധ്യമല്ല. ഇപ്പോൾ ജാതിയെ പറ്റിയുള്ള പഠനങ്ങളൊക്കെ ഒരുപാട് വളർന്നു കഴിഞ്ഞൊരു നാട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. 18-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യകാലത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരു ഭരണാധികാരി എന്ന നിലയ്ക്ക് ടിപ്പു സുൽത്താൻ്റെ കാലത്ത് ഹിന്ദു എന്നൊരു മതമില്ല, ജാതി മാത്രമേ ഇവിടെ ഉള്ളൂ. ജാതിയായിരുന്നു സത്യം. ഹിന്ദു എന്ന മതമൊന്നും കൃത്യമായിട്ട് ഈ നാട്ടിലുണ്ടായിരുന്നതല്ല. ജാതി എന്ന യാഥാർത്ഥ്യത്തെ ഒന്നിച്ചു കൂട്ടി മതം എന്ന് വായിക്കപ്പെടുന്ന അതിനൊക്കെ എത്രയോ ശേഷം എന്ന ഒരു ബ്രിട്ടീഷ് റീഡിങ്ങും തുടർന്ന് പൊളിറ്റിക്കൽ ഹിന്ദുത്വ റീഡിങ്ങുമാണ് ഈ ഹിന്ദു മതം എന്ന സൃഷ്ടി. അതൊന്നാമത്തെ പ്രശ്നം. മറ്റൊന്ന്, ടിപ്പുവിൻ്റെ പെരുമാറ്റങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ടിപ്പുവിൻ്റെ ചരിത്ര യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് നമുക്ക് എപ്പോഴെങ്കിലും ടിപ്പുവിൻ്റെ മതത്തെയും മതബോധ്യങ്ങളെയും മുൻനിർത്തിക്കൊണ്ട് അങ്ങനെ വായിച്ചെടുക്കാൻ പറ്റുമോ എന്ന ചോദ്യമാണ്. അത് ഞാൻ പ്രാഥമികമായി പറയട്ടെ. ഞാനിത് ഇനി വിസ്തരിച്ച് പറയാനുള്ള സമയമില്ല, ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് തൊട്ട് കഴിയണം. ടിപ്പു മുസ്ലിം ആയിരുന്നു. ഞാൻ മുൻപ് എഴുതിയൊരു കുറിപ്പ് അതേപടി വായിക്കാമെന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ ഈ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമയം പോകും. അതുകൊണ്ടാണ്. ടിപ്പു മുസ്ലിം ആയിരുന്നു. മുസ്ലിം സദാചാര ബോധങ്ങൾ ടിപ്പു പിന്തുടർന്നിരുന്നു. ടിപ്പുവിൻ്റെ ഭരണത്തിൽ അവ പ്രതിഫലിച്ചിരുന്നു. മലബാറിലെ ബഹുഭർത്തൃത്വം മുതൽ അനേകം വിഷയങ്ങളിൽ അവ അതീവ കർശനമായി നടപ്പാക്കപ്പെടുകയും ചെയ്തിരുന്നു എന്നതിന് തെളിവുകൾ കാണാം. ഇത്രയും യാഥാർത്ഥ്യമാണ്. എന്നാൽ ടിപ്പുവിൽ അപരമത വിദ്വേഷം ഉണ്ടായിരുന്നു എന്നതിന് ഒരു രേഖയും ഇന്നുവരെ കണ്ടെത്താനായിട്ടില്ല. നേരെ മറിച്ച് ഹിന്ദുമതത്തോടടക്കം ആദരവും അടുപ്പും പുലർത്തിയ അനേകം രേഖകൾ ലഭ്യമാണ് താനും. ടിപ്പുവിൻ്റെ ശൃംഗേരി മഠവുമായുള്ള ബന്ധം, കത്തുകൾ എന്നിവയെല്ലാം പലരും പലതവണ വിശകലനം ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഒരു ദീർഘവിവരണത്തിലേക്ക് കടക്കുന്നില്ല. നിങ്ങളിൽ ഏവർക്കും ടിപ്പുവിനെ പറ്റി ഒന്ന് സെർച്ച് ചെയ്താൽ കിട്ടാവുന്ന കാര്യമാണ് ശൃംഗേരി മഠവുമായിട്ട് ടിപ്പുവിനുണ്ടായിരുന്ന ബന്ധവും ശൃംഗേരി മഠാധിപതിയുമായി ടിപ്പു നടത്തിയ കത്തിടപാടുകളും അവിടേക്ക് കൊടുത്ത സഹായങ്ങളും എല്ലാം. എന്നാൽ ശ്രദ്ധേയമായ ഒരു കാര്യം ടിപ്പുവിൻ്റെ ആ കത്തുകളിൽ കാണുന്ന ഹൈന്ദവ വിശ്വാസത്തോടുള്ള ആദരവ് കൂടിയാണ്. അവയുടെ സവിശേഷതകൾ പലതുണ്ട്. എല്ലായ്പ്പോഴും ചുവന്ന നിറമുള്ള കടലാസിൽ എഴുതപ്പെട്ട കത്തുകളുടെ മുകളറ്റത്ത് വൃത്താകൃതിയിലുള്ളൊരു രാജകീയ സീൽ പതിപ്പിച്ചിട്ടുണ്ട്. 1791-നും 98-നും ഇടയ്ക്ക് എഴുതിയിട്ടുള്ള ആ കത്തുകൾ മുഴുവൻ പ്രവാചകൻ മുഹമ്മദിൻ്റെ ജനനം മുതൽ ആരംഭിക്കുന്ന മൗലൂദി കലണ്ടറിൻ്റെ തീയതിയാണ് വെച്ചിട്ടുള്ളത്. ടിപ്പു സുൽത്താൻ അവതരിപ്പിച്ചിട്ടുള്ള അബ്ദ് സമ്പ്രദായം അനുസരിച്ചിട്ടുള്ള മുസ്ലിം വർഷത്തിനും മാസത്തിനുമൊപ്പം മിക്ക കത്തുകളിലും അവയുമായി ബന്ധപ്പെട്ട് വരുന്ന ഹിന്ദുചക്രീയമായ വർഷവും മാസവും, അതായത് തിഥിയും ചന്ദ്രമാസവും ഒക്കെ രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഈ കത്തുകളെല്ലാം തുടങ്ങുന്നത്. അഭിവാദ്യം, മേൽവിലാസം എന്നിവയിലൊക്കെ സാധാരണ ഏതെങ്കിലും ഒരു മുസ്ലിം ഭരണാധികാരികൾക്ക് കത്തയക്കുമ്പോൾ എഴുതുന്ന തരത്തിലുള്ള ഇസ്ലാമിക് അഭിവാദ്യങ്ങൾക്ക് പകരം മറ്റ് അഭിവാദ്യങ്ങളാണ് അവിടെ ടിപ്പു എഴുതുന്നത് എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതാണ്. ഇങ്ങനെയാണ് ഒരു കത്ത് തുടങ്ങുന്നത്. പതിവുള്ള പദവിനാമങ്ങളായ ശ്രീമദ് പരമഹംസൻ എന്നും അത്തരം മറ്റു പദവിനാമങ്ങളുള്ള ശൃംഗേരിയിലെ സച്ചിദാനന്ദ ഭാരതി സ്വാമികൾക്ക് ടിപ്പു സുൽത്താൻ ബാദ്ഷായുടെ സലാം എന്നാണ് ഒന്ന് ആരംഭിക്കുന്നത്. ഇങ്ങനെ നമ്മൾ കാണേണ്ട മറ്റൊരു കാര്യം, ഒരിടത്ത് പോലും തൻ്റെ സ്വയരക്ഷയ്ക്കോ തൻ്റെ നന്മയ്ക്കോ വേണ്ടി പ്രാർത്ഥിക്കാൻ ടിപ്പു ആവശ്യപ്പെട്ട ഒരു കത്തും കണ്ടെടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ തന്നെ ഏതാണ്ടൊരു 12ഓളം കത്തുകൾ പല സമയത്തായിട്ട് മൈസൂർ രേഖകൾ എന്ന് വായിച്ചിട്ടുണ്ട്. ഒന്നിലും തൻ്റെ സ്വയരക്ഷയ്ക്കായിട്ട് ടിപ്പു പ്രാർത്ഥിച്ചായിട്ട് കാണാൻ പറ്റില്ല. മറിച്ച് പലയിടത്തും രാജ്യത്തിൻ്റെ ശത്രുക്കൾ ഉണ്ടെന്നും ശത്രുക്കളിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കാനായി നിങ്ങളുടെയും പ്രാർത്ഥനകൾ
ഈ രാജ്യം അപേക്ഷിക്കുന്നു എന്നുമാണ് ശൃംഗേരി മഠാധിപതിക്ക് അയക്കുന്നത്. ടിപ്പുവിൻ്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ ഇംഗ്ലീഷുകാരുമായി കൈകോർക്കാൻ ശ്രമിക്കുന്ന മറാത്തി ജനറൽ പരശുറാം ഭൗവിൻ്റെ ആക്രമണമാണ് ശൃംഗേരി മഠത്തിൽ ഉണ്ടാവുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, മറാത്തി ഹിന്ദു ആയിട്ടുള്ള പരശുറാം ഭൗ ആണ് യഥാർത്ഥത്തിൽ ശൃംഗേരി മഠം ആക്രമിക്കുന്നത്. ശൃംഗേരി മഠത്തിൽ ചെന്ന് ഈ ശാരദാദേവിയുടെ വിഗ്രഹത്തെ പീഠത്തിൽ നിന്ന് എടുത്തു മാറ്റുന്നത് മുതൽ അന്നത്തെ നിരക്കനുസരിച്ച് 60 ലക്ഷത്തോളം വിലയുള്ള വസ്തുക്കൾ കൊള്ളയടിക്കുകയും ചെയ്യുന്നത് ഒരു മുസ്ലിമുമല്ല, അത് മറാത്ത രാജാവിൻ്റെ പ്രതിനിധിയാണ്. എന്നിട്ട് യഥാർത്ഥത്തിൽ അതിന് നേർക്കാണ് അതിലുള്ള സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ശൃംഗേരി മഠാധിപതി കത്തയക്കുന്നത്. ആ കത്തിന് മറുപടിയായിട്ടാണ് തിന്മ ചെയ്യുന്നവൻ കരഞ്ഞുകൊണ്ട് അതിൻ്റെ ഫലം കൊയ്യും എന്നൊരു സംസ്കൃത ശ്ലോകമൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് ടിപ്പുവിൻ്റെ തിരിച്ചൊരു കത്തുണ്ട്. ടിപ്പു തന്നെ ഒരു സംസ്കൃത ശ്ലോകമൊക്കെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഒരു കത്ത് ആരംഭിക്കുന്നത്. അങ്ങേപ്പോലുള്ള ഗുരുക്കന്മാരോട് വഞ്ചന ചെയ്യുന്നതിനുള്ള ഫലം അനുഭവിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് 200 രാഹിതിയും രൂപയും അതോടൊപ്പം ധാന്യങ്ങളുമൊക്കെ നൽകിക്കൊണ്ട് കത്തയക്കുന്നത്. ഞാൻ ഈ രേഖകൾ ഇത്രയും വിശദമായി പറഞ്ഞത് ഈ മതഭ്രാന്തൻ എന്ന നരേഷൻ എത്ര കണ്ട് യാഥാർത്ഥ്യരഹിതമാണെന്ന് തെളിവുകൾ വെച്ച് കൃത്യമായി നിങ്ങൾക്ക് മുന്നിൽ പറയാൻ വേണ്ടി മാത്രമാണ്. അത് കേവലമായ ഒരു വാദമല്ല, മറിച്ച് കൃത്യമായ ഓതൻറ്റിക്കായ കത്തുകളും തെളിവുകളും ഉള്ള ഒരു കാര്യമാണ്. മറ്റൊന്ന്, ടിപ്പുവിനെ പറ്റിയിട്ടുള്ള പ്രചരിപ്പിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു കള്ളമാണ് ടിപ്പു പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രധ്വംസകനാണ് എന്ന്. ഈ കള്ളം പല രീതിയിലായിട്ട് പലയിടങ്ങളിലായിട്ട് പ്രചരിക്കപ്പെടുന്നത് കണ്ടിട്ടുണ്ട്. അത് വിശദീകരിക്കാൻ തന്നെ ദീർഘമായ സമയം വേണം. ഞാനൊരു കാര്യം പറയാം, അങ്ങേയറ്റത്തെ നോൺസെൻസിലാണ്. ഇപ്പോൾ ടിപ്പു പൊളിച്ച ഒരു ക്ഷേത്രത്തിൻ്റെ ചിത്രം എന്ന് പറഞ്ഞുകൊണ്ട് വ്യാപകമായി കഴിഞ്ഞ കുറച്ചു കാലം മുമ്പ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഓലയൊക്കെ മേഞ്ഞ ഒരു ക്ഷേത്രത്തിൻ്റെ ചിത്രം പ്രചരിപ്പിക്കപ്പെടുന്നത് കണ്ടു. ചരിത്ര പഠനത്തിൻ്റെ പ്രാഥമിക ധാരണ പോലും ഇല്ലാത്തവരാണ്. ടിപ്പു ഈ ആദ്യമായി ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് ഉണ്ടാവുന്നത് 1800കളുടെ ആദ്യ പാദത്തിലാണ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന കാര്യം ഉണ്ടാവുന്നത്. 1799 ടിപ്പു സുൽത്താൻ മരിച്ചു കഴിഞ്ഞു. അപ്പോൾ ടിപ്പു ജീവിച്ചിരിക്കുമ്പോൾ ഒരു ക്ഷേത്രം പൊളിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ആ ക്ഷേത്രത്തിൻ്റെ ഫോട്ടോ എടുക്കാൻ ഫോട്ടോഗ്രാഫി ലോകത്ത് തന്നെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. ഇത്തരത്തിലുള്ള, ഞാൻ പറയുന്ന അത്തരത്തിലുള്ള അബ്സേർഡായ കാര്യങ്ങളുണ്ട്. പക്ഷെ അതിനപ്പുറത്ത് കേരളത്തിൽ വലിയ തോതിൽ നിലനിൽക്കുന്ന, കേരളത്തിലും പ്രത്യേകിച്ച് കുടകിലും വലിയ തോതിൽ നിൽക്കുന്ന ഒരു നരേഷനാണ് ടിപ്പു വലിയ തോതിൽ ക്ഷേത്രധ്വംസകനാണ് എന്ന് പറയുന്ന ഒരു നരേഷൻ. കോഴിക്കോടൊക്കെ അത് അതിശക്തമായിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് 2016 ഇതിനെക്കുറിച്ച് ഗായത്രി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, ഡോക്ടർ ഗായത്രി, മദ്രാസ് യൂണിവേഴ്സിറ്റിയായി ബന്ധപ്പെട്ട് ഇതിനെപ്പറ്റി ഒരു പഠനം നടത്തുകയുണ്ടായി. അവസാനത്തെ ഒരു ഗവേഷണം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് അതാണ്. അതിനകത്ത് കാണുന്നത് 3 ക്ഷേത്രങ്ങളാണ് ടിപ്പു നേരിട്ട് ഏതെങ്കിലും നിലയ്ക്ക് ടിപ്പുവിൻ്റെ പടയോട്ട സമയത്തുള്ള അറ്റാക്ക് ഉണ്ടായി എന്ന് ഏതെങ്കിലും നിലയ്ക്ക് തെളിവുകളുള്ള 3 ക്ഷേത്രങ്ങളാണുള്ളത്. പക്ഷേ ഈ ഇവിടെ ഉള്ള ക്ഷേത്രങ്ങളുടെ അവകാശവാദം അനുസരിച്ച് 2000-ൽ പരം ക്ഷേത്രങ്ങൾ ആക്രമിച്ചായിട്ടാണ് പലപ്പോഴും ആരോപിക്കപ്പെടാറുള്ളത്. പലപ്പോഴും സവർണ ക്രിസ്ത്യാനികളും ഈ ആരോപണം ഉന്നയിക്കാറുണ്ട്. അടുത്ത കാലത്ത് ഒരു അച്ഛനൊക്കെ വ്യാപകമായി അങ്ങനെ പ്രസംഗിക്കുന്നതൊക്കെ ഒരു വീഡിയോ ഒക്കെ പ്രചരിക്കപ്പെട്ടിരുന്നല്ലോ, ഇതും കണ്ടിരുന്നു. ഇതിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ക്ഷേത്രങ്ങളിൽ ലക്ഷ്യമിട്ടിരുന്നത്, അത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ ഒരു ചർച്ച വരികയാണെങ്കിൽ പറയാം, ക്ഷേത്രങ്ങൾക്ക് നേരെ ഉണ്ടായ ആക്രമണം എന്നൊക്കെ നമ്മൾ ഈ ചരിത്രത്തിൽ പറയുമ്പോൾ അതിനകത്തൊക്കെ മതമായിരുന്നു, വിശ്വാസമായിരുന്നു പ്രവർത്തിച്ചിരുന്നത് എന്നത് പൂർണ്ണമായും തെറ്റായൊരു ധാരണയാണ്. സമ്പത്ത് സ്വരൂപിച്ച് വെച്ചിരുന്ന സ്ഥലമായിരുന്നു പഴയ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത്. ടിപ്പുവിനെ സംബന്ധിച്ചിടത്തോളം ടിപ്പുവിൻ്റെ യുദ്ധം ഒരു പുതിയ മാതൃകയിലുള്ള യുദ്ധമായിരുന്നു. പഴയ രീതിയിലുള്ള യുദ്ധ കോപ്പുകൾക്ക് പകരം വലിയ സാമ്പത്തിക ചിലവ് ആവശ്യമുള്ള ആധുനീകരിക്കപ്പെട്ട ഒരു യുദ്ധ സംവിധാനത്തെയാണ് ടിപ്പു മുന്നോട്ട് വെച്ചിരുന്നത്. അതിന് പണം വേണമായിരുന്നു. അപ്പോൾ പണം സ്വരൂപിക്കുക എന്നായിരുന്നു ടിപ്പുവിൻ്റെ പടയോട്ട സമയത്തെ പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെ. പണം സ്വരൂപിക്കുന്നത് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരായിട്ടുള്ള, എന്ന് വെച്ചാൽ ബ്രിട്ടീഷ് സൈന്യത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിന് വേണ്ടിയിട്ടാണ്. അപ്പം ആ ഒരു വലിയ സാമ്പത്തിക സ്വരൂപണത്തിൻ്റെ ഭാഗമായി എവിടെയാണോ സമ്പത്തുള്ളത് അത് ആക്രമിക്കപ്പെടും. അത് സ്വാഭാവികമാണ് അന്നത്തെ നിലയ്ക്ക്. അതാണ് നടന്നത്. അത് ക്ഷേത്രങ്ങളിലാണ് കൂട്ടിവെച്ചിട്ടുള്ളതെങ്കിൽ ക്ഷേത്രങ്ങളിൽ നടന്നിട്ടുണ്ട്. അത്രമാത്രമേ അതിനകത്തുള്ളൂ. ബാക്കി വിശദാംശങ്ങൾ പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാമെന്ന് കരുതുന്നു. ഇനി എത്ര മിനിറ്റാണ് ഉള്ളത് പറയാം. ഞാൻ മാഷയുടെ സംസാരത്തിന് ഒരിക്കലും 10 മിനിറ്റ് കൂടി, 10 മിനിറ്റിൽ നിർത്താം. ഓക്കെ, ഫൈൻ. ഇനി ഞാൻ കരുതുന്നത് മറ്റ് പ്രധാനപ്പെട്ട ഒരുപാട് കള്ളങ്ങളുണ്ട്. ടിപ്പു മുടന്തനാണ് എന്നൊരാരോപണമുണ്ട്. ടിപ്പു വിരൂപനാണ്. വിരൂപൻ എന്ന് പറയുന്നത് എന്താണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. അത് ചരിത്രപരമായി നിൽക്കുന്ന, അത് വളരെ അനക്ഡോട്ടലായിട്ടുള്ള കാര്യമാണ്, സൗന്ദര്യമൊക്കെ. പക്ഷേ ടിപ്പുവിൻ്റെ എന്ന പേരിൽ പ്രചരിക്കപ്പെടുന്ന ഒരു ചിത്രമുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ചിത്രമല്ല, അത് നിങ്ങൾ അറിയേണ്ടതാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അതെല്ലാം കള്ളമായിട്ടുള്ള കാര്യമാണ്. ടിപ്പുവിന് ഇവിടെ തിരുവിതാംകൂറിൽ വെച്ച് നടന്ന യുദ്ധത്തിൽ ടിപ്പുവിൻ്റെ കാല് മുടന്തായി എന്നൊരു ആരോപണം വ്യാപകമായി
വലിയ തോതിൽ സർക്കുലേറ്റ് ചെയ്യപ്പെടുന്ന കണ്ടിട്ടുണ്ട്. പത്മനാഭ പിള്ള എന്നോ മറ്റോ പറയുന്നൊരു ആളാണ് ടിപ്പുവിൻ്റെ കാലിന് മുടന്തുണ്ടാക്കിയെന്നും മരണം വരെ ടിപ്പു മുടന്തരായിരുന്നു എന്നൊക്കെയാണ്. ഇത് ആയക്കോട്ട നെടുങ്കോട്ട യുദ്ധം എന്ന് പറയുന്നൊരു യുദ്ധമാണ്. ഇത് ശ്രീധരമേനോനെ പോലെ കേരളത്തിലെ മുൻ ചരിത്രകാരന്മാരൊക്കെ ഇതൊക്കെ എന്തോ മഹായുദ്ധം എന്ന നിലയ്ക്കൊക്കെ എഴുതി കണ്ടിട്ടുണ്ട്. ആധുനിക ചരിത്രരചനയിൽ ഇതിനെക്കുറിച്ച് വളരെ കൃത്യമായ വിവരണങ്ങളുണ്ട്. ആയക്കോട്ട നെടുങ്കോട്ട വാർ എന്ന് പറയുന്നതിൻ്റെ കാരണങ്ങൾ തന്നെ മറ്റൊന്നായിരുന്നു. അതായത് തിരുവിതാംകൂറിൻ്റെ ഇങ്ങേ അറ്റത്തെ അതിർത്തി, കൊച്ചി രാജ്യമായിട്ടുള്ള അതിർത്തിയുടെ പ്രദേശത്ത് കൊടുങ്ങല്ലൂർ പ്രദേശത്ത് നിലനിൽക്കുന്ന കൊടുങ്ങല്ലൂർ പ്രദേശത്ത് നിലനിൽക്കുന്ന രണ്ട് കോട്ടയാണ് ഈ ആയക്കോട്ട നെടുങ്കോട്ട എന്ന് പറയുന്നത്, തിരുവിതാംകൂർ ലൈൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രദേശം എന്ന് പറയുന്നത് കൊച്ചി കൂടി ടിപ്പു പിടിച്ചെടുക്കുന്ന സമയത്ത് ഈ രണ്ട് കോട്ടകൾ ഡച്ചുകാരുടെ കീഴിലായിരുന്നു ഈ രണ്ട് കോട്ടയും ഉണ്ടായിരുന്നത്. ഡച്ചുകാർ ആ സമയത്ത് അത് തിരുവിതാംകൂറിന് വിൽക്കുകയാണ്. തിരുവിതാംകൂർ ആ കോട്ടകൾ വാങ്ങുകയാണ്. ആ കോട്ട വാങ്ങുക എന്ന് പറയുന്നത് വളരെ അപകടം പിടിച്ചൊരു തീരുമാനമായിരുന്നു രണ്ട് നിലയ്ക്ക്. ഒന്ന്, ടിപ്പുവിൻ്റെ സ്ഥലമായി അപ്പോഴേക്കും കൊച്ചി മാറിക്കഴിഞ്ഞു. കൊച്ചിയുടെ കീഴിലുള്ള ഒരു സ്ഥലത്തെ കോട്ട ആർക്ക് വിൽക്കണം വേണ്ട എന്നത് അന്ന് ടിപ്പുവിൻ്റെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കേണ്ടതായിരുന്നു. അതൊന്ന്. രണ്ടാമതൊന്ന്, തിരുവിതാംകൂർ ആ സമയത്ത് ഈ പൂർണ്ണമായും ബ്രിട്ടീഷ് ദാസ്യം സ്വീകരിച്ച ഒരു രാജ്യമാണ്. ബ്രിട്ടീഷുകാരോട് പൂർണ്ണമായും കപ്പം കൊടുക്കുകയും ബ്രിട്ടീഷുകാർ തങ്ങളെ സംരക്ഷിക്കുമെന്ന് വിശ്വസിക്കുകയും അവസാനം വരെ ബ്രിട്ടീഷ് ദാസ്യത്തിൽ ഉറച്ചു നിന്ന രാജ്യമാണ് തിരുവിതാംകൂർ. നമ്മളത് മനസ്സിലാക്കേണ്ടത്. ഇന്ത്യൻ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് പോലും നമുക്കറിയാമല്ലോ ആ ബ്രിട്ടീഷ് ദാസ്യം തുടർന്ന ആളുകളാണ്. സ്വതന്ത്ര രാജ്യമായി ഇന്ത്യൻ യൂണിയനിൽ ചേരാതെ നിൽക്കാൻ പറ്റുമോ എന്ന് ആലോചിച്ച ടീമാണ്. അപ്പം ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ വളരെ ആലോചനയില്ലാത്തൊരു പ്രവൃത്തിയായിരുന്നു ആ സമയത്ത് ഈ വിൽപ്പന എന്ന് പറയുന്നത്. അത് അശ്വതി തിരുനാൾ മരിച്ചതിന് ശേഷം തിരുവിതാംകൂർ രാജവംശത്തിന് സംഭവിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. പിന്നീട് തിരുവിതാംകൂർ രാജവംശത്തിന് തുടർച്ചയില്ല, പുരുഷപ്രജയില്ല. അങ്ങനെ ദത്തെടുക്കപ്പെടുന്ന രണ്ട് രാജ്ഞിമാരിലൂടെ പിന്നീട് ഈ രാജാധികാര കൈമാറ്റത്തിൻ്റെ ഒരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നൊരു പീരീഡാണ്. അപ്പോൾ ഈ ആയക്കോട്ട നെടുങ്കോട്ട എന്ന് പറയുന്ന രണ്ട് കോട്ടകളുടെ വിൽപ്പന തിരുവിതാംകൂറിൽ നടന്നതിന് ശേഷം നടക്കുന്ന ഒരു ചെറിയ സ്ട്രഗിളാണ് ഈ ആയക്കോട്ട നെടുങ്കോട്ട യുദ്ധം ആദ്യഘട്ടം. അതിനകത്ത് ടിപ്പു ഇല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, ടിപ്പുവിൻ്റെ ചെറിയൊരു സൈന്യമാണ് അവിടെ ഉണ്ടായിരുന്നത്. ടിപ്പുവിൻ്റെ ചെറിയൊരു സൈന്യം ആദ്യം ഏറ്റുമുട്ടുന്നുണ്ട്, പരാജയപ്പെടുന്നുണ്ട്. കാരണം തിരുവിതാംകൂറിൽ ഒരു വലിയ സൈന്യം ഉണ്ടായിരുന്നു. തിരുവിതാംകൂർ സൈന്യത്തോട് പരാജയപ്പെടുന്നുണ്ട്. അതിനകത്ത് ടിപ്പു സുൽത്താൻ എന്ന് പറയുന്ന വ്യക്തി ആ ഭാഗത്തില്ല. തുടർന്ന് ടിപ്പു ഇത് അറിഞ്ഞതിന് ശേഷം ഏതാണ്ട് 23 ദിവസങ്ങൾക്ക് ശേഷമാണ് ടിപ്പു വരുന്നത്. 1792 സംഭവം. 92 ടിപ്പു വരുന്നു. ടിപ്പു വന്ന് 13 മണിക്കൂറാണ് ആകെ യുദ്ധം നീളുന്നത്. 13 മണിക്കൂറിന് ശേഷം കൃത്യമായി തന്നെ ആ കാലത്തെ ചരിത്രരേഖകൾ അനുസരിച്ച് കോൺവാലീസിൻ്റെ എഴുത്ത് തന്നെ, ബ്രിട്ടീഷുകാരുടെ എഴുത്ത് തന്നെ, കന്യാകുമാരിയിലേക്കാണ് തിരുവിതാംകൂർ സൈന്യം എന്ന് വെച്ചാൽ തിരുവിതാംകൂറിൻ്റെ അങ്ങേ അതിർത്തി വരെ തിരുവിതാംകൂർ സൈന്യം ഓടുന്നുണ്ട് ടിപ്പു വന്ന് 13 മണിക്കൂർ യുദ്ധം കഴിയുമ്പോഴേക്കും. ഇതാണ് ആ യുദ്ധം എന്ന് പറയുന്നത്, ആയക്കോട്ട നെടുങ്കോട്ട യുദ്ധം എന്ന് പറയുന്നത്. ടിപ്പു രണ്ട് കോട്ടയും പിടിച്ചെടുക്കുന്നു. ഈ രണ്ട് കോട്ടയും പിടിച്ചെടുത്തതിന് ശേഷം ടിപ്പു പെട്ടെന്ന് ഇവിടുന്ന് പിന്മാറുന്നു. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ശ്രീരംഗപട്ടണം വാർ വീണ്ടും ആരംഭിക്കുകയാണ്. അതായത് രണ്ടാം ശ്രീരംഗപട്ടണത്തിന് ശേഷമുള്ള കരാർ സന്ധി തന്നെ അപ്രസക്തമാക്കിക്കൊണ്ട് വീണ്ടും ആക്രമണത്തിനൊരുങ്ങി. ഫ്രഞ്ച് സഹായം കൂടി ടിപ്പുവിന് കിട്ടില്ല എന്ന് അറിഞ്ഞോടുകൂടി ബ്രിട്ടീഷ് ആക്രമണം നേരിട്ട് ശ്രീരംഗപട്ടണത്ത് ആരംഭിച്ചു എന്ന വിവരം കിട്ടുന്നതോടുകൂടി ടിപ്പു ഈ തിരുവിതാംകൂറിൽ നിന്ന് വീണ്ടും ശ്രീരംഗപട്ടണത്തേക്ക് മടങ്ങുകയാണ്. അതാണ് നടന്നത്. ഞാൻ പറഞ്ഞ ഇതാണ്, ഇതിനകത്ത് വളരെ പെട്ടെന്ന് നമ്മുടെ കേരളത്തിൽ വന്നൊരു നരേഷൻ, ഇവിടെയുള്ള ഏതോ ഒരു പത്മനാഭപ്പിള്ള ടിപ്പുവിന് മുടന്തനായി, ടിപ്പുവിനിട്ട് വെട്ടി എന്നൊക്കെ പറയുന്ന കഥ. ടിപ്പുവിന് മരണം വരെ മുടന്തുണ്ടായിരുന്നില്ല എന്നുള്ളതിനെ പറ്റി ടിപ്പുവിനോടൊപ്പം ഉണ്ടായിരുന്ന ആളുകളുടെ ചരിത്രരേഖയുണ്ട്. ഞാൻ പറഞ്ഞ ഇങ്ങനെ 100 കൂട്ടം കള്ളങ്ങളുണ്ട്. ഇനി അതിനുള്ള സമയമില്ല. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ ഈ സംഭാഷണം അവസാനിപ്പിക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ടിപ്പുവിനെ പറ്റി ഇന്ന് നടന്നിരിക്കുന്ന ഈ നരേഷനിലെ ഒരു മാറ്റം, ഈ കഴിഞ്ഞ 8 വർഷത്തെ ഒരു രാഷ്ട്രീയ ഹിന്ദുത്വ ഭരണം നമ്മുടെ ചരിത്ര പഠനത്തിനും നമ്മുടെ ശാസ്ത്രീയ ചരിത്ര പഠനത്തിനും ഏൽപ്പിച്ച വളരെ കടുത്തൊരു ആഘാതമുണ്ട്. അതിൻ്റെ ഭാഗമായി പ്രധാനപ്പെട്ട ചരിത്രരേഖകളിൽ ഒന്നാകെ ടിപ്പു നീക്കം ചെയ്യപ്പെടുന്നു. അതോടൊപ്പം തന്നെ ഹിസ്റ്ററി കൗൺസിലിൻ്റെ ചരിത്രരേഖകളുടെ പ്രധാനപ്പെട്ട സ്ക്രിപ്റ്റുകളിൽ നിന്ന് തന്നെ ടിപ്പുവിൻ്റെ പേര് നീക്കം ചെയ്തുകൊണ്ട് സ്വാതന്ത്ര്യ സമര സേനാനി എന്ന നിലയ്ക്ക് ടിപ്പുവിനെ രേഖപ്പെടുത്തണോ വേണ്ടോ എന്നുള്ള ചർച്ച മുൻപേ ഉണ്ട്. പക്ഷേ ടിപ്പുവിനെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയവർ എന്ന ലിസ്റ്റിൽ നിന്ന് തന്നെ നീക്കം ചെയ്യണമെന്ന ആവശ്യം ശക്തിപ്പെടുന്നു. പാഠപുസ്തകങ്ങൾക്ക് അകത്ത് നിന്ന് ടിപ്പുവിനെ നീക്കം ചെയ്യുന്നു. ഇതിനോടൊക്കെ ഒപ്പം കാണുന്നൊരു കാഴ്ചയാണ്, വലിയ തോതിൽ ടിപ്പുവിൻ്റെ സ്മാരകമായിരുന്ന മുഴുവൻ സ്ഥലങ്ങളും മാറിക്കഴിഞ്ഞു. ഇപ്പം നിങ്ങൾ ശ്രീരംഗപട്ടണത്ത് ഞാനൊരു 10 വർഷം മുമ്പ് ഒരു ചരിത്ര ഗവേഷകൻ, ഒരു വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് പോകുമ്പോൾ ഉണ്ടായിരുന്ന ശ്രീരംഗപട്ടണം കഴിഞ്ഞ 1.5 വർഷം മുമ്പ് ഞാൻ ശ്രീരംഗപട്ടണത്ത് പോകുമ്പോൾ ഇല്ല. പലവട്ടം ഞാൻ ശ്രീരംഗപട്ടണത്ത് പോയിട്ടുണ്ട്. അവസാനം ഞാൻ പോകുന്ന കഴിഞ്ഞ 1.5 വർഷം മുമ്പാണ്. ഇന്ന് ശ്രീരംഗപട്ടണം വലിയ തോതിൽ മതപരമായി തന്നെ വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പം നമ്മൾ ശ്രീരംഗപട്ടണത്ത് ചെന്ന് കഴിഞ്ഞാൽ, നിങ്ങൾ ചെന്നിറങ്ങിയാൽ ടൂറിസ്റ്റുകൾ, കുറേ ഗൈഡുകളെ നമുക്ക് കാണാം ഇത്തരം സ്ഥലങ്ങളിലൊക്കെ.
നമ്മളെ ഒരു മുസ്ലിം ഗൈഡ് അന്വേഷിച്ച് വരും, അല്ലെങ്കിൽ ഒരു ഹിന്ദു ഗൈഡ് അന്വേഷിച്ച് വരും. ഇങ്ങനെയാണ്. ഹിന്ദു ഗൈഡാണ് നിങ്ങളെ അന്വേഷിച്ച് വന്ന് നിങ്ങളെയും കൊണ്ട് ശ്രീരംഗപട്ടണത്ത് പോകുന്നതെങ്കിൽ അയാൾക്കൊരു റൂട്ട് മാപ്പുണ്ട്. രംഗനാഥസ്വാമി ക്ഷേത്രം, ടിപ്പു ബെയിലിയെ ശ്വാസം മുട്ടിച്ച ബെയിലി ജയിൽ, അയാളുടെ ഒരു നരേഷന് പറ്റിയൊരു ഒരു സ്ഥലങ്ങളുണ്ട്. അയാൾ ഒരിക്കലും ഗുംഫസ്, മറ്റേ ടിപ്പുവിൻ്റെ ശവസംസ്കാരം നടത്തിയിരിക്കുന്ന ഹൈദറിൻ്റെയും ടിപ്പുവിൻ്റെയും ശവകുടീരത്തിനടുത്തേക്ക് നമ്മളെ കൊണ്ടുപോകില്ല. ടിപ്പുവിൻ്റെ പ്രധാനപ്പെട്ട മസ്ജിദ് അവിടെ ഉണ്ട്, അവിടേക്ക് കൊണ്ടുപോകില്ല. ടിപ്പു വീണ സ്ഥലം എന്ന് പറയുന്നത് പോലും നമുക്ക് കാണിച്ചു തരില്ല. ടിപ്പു വീണ സ്ഥലത്ത് വെല്ലസ്ലി വെച്ചിരിക്കുന്ന ഒരു കല്ലുണ്ട്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, അവിടെ പോലും കാണിച്ചു തരില്ല. ഇങ്ങനെ ഒരു റൂട്ട് പോകും. അതേസമയം ഒരു മുസ്ലിമായ ഗൈഡാണ് നമ്മളെ കൊണ്ടുപോകുന്നതെങ്കിൽ അയാൾ രംഗനാഥ ക്ഷേത്രത്തിൽ കൊണ്ടുപോവില്ല, മറ്റൊരിടത്ത് കൊണ്ടുപോവില്ല. അയാൾ ഇപ്പുറത്ത് വേറൊരു റൂട്ട് മാപ്പ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, എത്ര കണ്ട് മതപരമായി ഒരു നാട്. ഇത് യഥാർത്ഥത്തിൽ ആ വ്യക്തികളുടെ പ്രശ്നമല്ല, മറിച്ച് നമ്മളുടെ ഒരു പുതിയ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യം ചരിത്രത്തെ എങ്ങനെ വലിയ തോതിൽ അതിൻ്റെ നരേഷൻ്റെ അടിസ്ഥാനത്തിൽ ആ നാടിനെ തന്നെ അനുഭവ തലത്തിൽ തന്നെ രണ്ടാക്കി, രണ്ട് നരേഷനുകളാക്കി, രണ്ട് കള്ളികളാക്കി, രണ്ടും ചരിത്രവിരുദ്ധമാണെന്ന് അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ, ചരിത്ര വിദ്യാർത്ഥി എന്ന നിലയ്ക്ക്. തീർത്തും ചരിത്രവിരുദ്ധമായ നിലയ്ക്കുള്ള ഒരു രണ്ട് നരേഷനാക്കി ആ നാടിനെ മാറ്റിയിരിക്കുകയാണ്. മാത്രമല്ല, രണ്ട് സ്ഥലത്തും ഈ വികാരവും ശക്തിപ്പെട്ടിരിക്കുന്നു. ഇപ്പം രംഗനാഥസ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത് ടിപ്പു നിൽക്കുന്നതിൻ്റെ തൊട്ടടുത്ത് 15 വാര അപ്പുറത്തുണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. ലാൽ പാലസിൽ നിന്ന് ഏതാണ്ട് 1 കിലോമീറ്ററിൽ താഴെയാണ് ഈ പറയുന്ന രംഗനാഥസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള ദൂരം. ക്ഷേത്രധ്വംസകനാണ് ടിപ്പു എന്ന് വാദിക്കുന്നവർ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ടിപ്പു താമസിച്ച വീടിൽ നിന്ന് 1 കിലോമീറ്റർ അപ്പുറത്താണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മഹാക്ഷേത്രങ്ങളിലെന്ന്. ഒരു കല്ല് പോലും അനക്കിയിട്ടില്ല. പക്ഷേ ഇന്ന് ആ ക്ഷേത്രത്തിൽ കയറുന്നതിന് മുമ്പ് നിങ്ങൾ മുസ്ലിമാണോ എന്നുള്ള ചോദ്യം വരികയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇതേ ചോദ്യം ഇപ്പുറത്തുണ്ട്. എനിക്ക് ചരിത്രം അന്വേഷിച്ച് ചെല്ലുന്ന എനിക്ക്, എന്നെ സംബന്ധിച്ച് ഈ സ്ഥലത്തെ ശ്രീരംഗപട്ടണത്തിൽ ഉള്ള മസ്ജിദ് വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ്. കാരണം ആ മസ്ജിദിനകത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ടിപ്പുവിൻ്റെ ചിത്രത്തുന്നലുകളുള്ളത്, ടിപ്പുവിൻ്റെ വളരെ പ്രധാനപ്പെട്ട ചിത്രങ്ങളുള്ളത്, ടൈഗർ, മുന്തിരിവള്ളികൾ എന്നൊക്കെ പറയുന്ന ടിപ്പുവിൻ്റെതായ പെയിൻറ്റിങ് സ്റ്റൈൽ എന്ന് പറയുന്നതൊക്കെ അവിടെയാണ് ഉള്ളത്. പക്ഷേ എനിക്കവിടെ കയറാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം. കഴിഞ്ഞ 1.5 കൊല്ലം മുമ്പ് ഞാൻ ചെല്ലുമ്പോൾ ഈ ടിപ്പുവിനെ പറ്റി അന്വേഷിക്കാനും ടിപ്പുവിനെ പറ്റി ആവേശവും നിങ്ങളോട് സംസാരിക്കാനും എനിക്ക് കഴിയും. പക്ഷേ ടിപ്പു ഉണ്ടാക്കിയ പള്ളിയിൽ കയറി അതിനെപ്പറ്റി അറിയാൻ എനിക്കവിടെ കഴിയാത്തൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ സാഹചര്യം വർഗീയ ധ്രുവീകരണത്തിൻ്റെ, നമ്മുടെ നാട് ഇത്രമേൽ ചരിത്രബോധ്യങ്ങളിലൂടെ സഞ്ചരിച്ചെത്തേണ്ട ഈ സ്ഥലത്തിൻ്റെ ഒട്ടും ആരോഗ്യകരമായ ഒരു അന്തരീക്ഷത്തെ അല്ല പ്രതിനിധീകരിക്കുന്നത്. ഞാൻ അവസാനമായി ഇത് മാത്രം പറഞ്ഞു നിർത്താം. ഞാൻ ടിപ്പു പക്ഷം എന്ന നിലയ്ക്കൊന്നും ഞാൻ കാണുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ടിപ്പു പക്ഷമല്ല എന്ന് പറയുന്നത് മാർത്താണ്ഡവർമ്മ പക്ഷമല്ല എന്ന്. ഞാനൊരു ജനാധിപത്യവാദിയാണ്. അതുകൊണ്ട് ഞാൻ മതനിരപേക്ഷ ജനാധിപത്യ സ്വതന്ത്ര റിപ്പബ്ലിക്കിലാണ് ജീവിക്കുന്നത്. ഞാനൊരു ജനാധിപത്യ ഭരണക്രമത്തിലാണ് വിശ്വസിക്കുന്നത്. ഞാൻ സുൽത്താനേറ്റിലും വിശ്വസിക്കുന്നില്ല, മാർത്താണ്ഡവർമ്മയിലും വിശ്വസിക്കും. അത് വേറെ കാര്യം. പക്ഷേ നിങ്ങൾ നെഹ്റുവും 1700-കളിൽ ജീവിച്ചിരുന്ന ഒരാളുമായിട്ട് താരതമ്യപ്പെടുത്തരുത്. ഫ്രെഡറിക് ജെയിംസൺ പറഞ്ഞതുപോലെ ഹിസ്റ്ററൈസ്, ചരിത്രവൽക്കരിച്ച് നമുക്ക് ആരെയും കാണാൻ പറ്റൂ. അതുകൊണ്ട് ആധുനികനായ ഭരണാധികാരിയായ ഒരു ജവഹർലാൽ നെഹ്റുവിനെ വെച്ച് നിങ്ങൾക്ക് ആധുനിക പൂർവ്വനായ ടിപ്പുവിനെ വിലയിരുത്താൻ പറ്റില്ല. പക്ഷെ ഒരു ചോദ്യമുണ്ട്, ആ നെഹ്റുവിൻ്റെ കാലത്ത് തന്നെ ജീവിച്ചിരുന്ന സവർക്കറുമായി നിങ്ങൾ ടിപ്പുവിനെ താരതമ്യം ചെയ്താൽ, നമ്മൾ പറയുന്ന ഈ ആൻഡമാൻ ദ്വീപുകളിൽ നിന്ന് 6 തവണ മാപ്പെഴുതി കൊടുത്ത ഒരു പാരമ്പര്യത്തിൽ നിന്ന് വരുന്ന അയാളിൽ നിന്ന് അവസാന നിമിഷവും വെറും നിലത്ത് നിന്ന്, കുതിര വീണിട്ടും വെറും നിലത്ത് നിന്ന് യുദ്ധം ചെയ്ത് 1 മണിക്കൂറോളം 3/4 മണിക്കൂറോളം വെറും നിലത്ത് നിന്ന് യുദ്ധം ചെയ്ത് സാധാരണ പടയാളികൾക്കിടയ്ക്ക് ആരാണ് ടിപ്പു സുൽത്താൻ എന്ന് പോലും അറിയാതെ ബ്രിട്ടീഷുകാരുടെ വെട്ടേറ്റ് വീണ അവസാന നിമിഷം രാജാഖാൻ എന്ന ഒപ്പം നിൽക്കുന്ന ആൾ പറയുന്നുണ്ട്, സുൽത്താനാണെന്നൊന്ന് വിളിച്ചു പറയൂ. ഇത് ബ്രിട്ടീഷ് രേഖകളിലുള്ളതാണ്. എന്നാൽ നിങ്ങളുടെ ജീവൻ രക്ഷപ്പെടും. അങ്ങനെ ഞാൻ ടിപ്പു ആണ് എന്ന് വിളിച്ചു പറഞ്ഞ് ജീവൻ രക്ഷപ്പെടുത്താൻ പോലും തുനിയാതെ നേർക്ക് നേരെ നിന്ന് യുദ്ധം ചെയ്ത് മരിച്ച ഒരാളെ നിങ്ങൾക്ക് അതിൻ്റെ 2 നൂറ്റാണ്ടുകൾക്ക് ശേഷം വന്ന ആൻഡമാൻ ദ്വീപുകളിൽ നിന്ന് മാപ്പെഴുതിയ ആളുമായിട്ട് എന്ത് താരതമ്യമാണുള്ളത് എന്ന ചോദ്യം തിരിച്ച് അപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ സംഭാഷണം അവസാനിപ്പിക്കുന്നു. നമ്മുടെ പാഠപുസ്തകങ്ങളിൽ പണ്ടൊക്കെ പഠിക്കുന്ന സമയത്ത് ടിപ്പു സുൽത്താനെ പറ്റിയിട്ടും അതുപോലെ തന്നെ മുഗൾ എംപയേഴ്സിനെ പറ്റിയിട്ടൊക്കെ പഠിക്കാനുണ്ടായിരുന്ന കൃത്യമായിട്ടുള്ള പാഠഭാഗങ്ങളുണ്ടായിരുന്നു. ഇന്ന് പതിയെ അത് നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അപരവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ്, അവരെ പറ്റിയിട്ട് അപരവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയപ്പെട്ടു. എന്താണ് ഇതിനൊക്കെ പ്രതിവിധിയായി, ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സിസ്റ്റത്തിന് പ്രതിവിധിയായി എന്താണ് സജസ്റ്റ് ചെയ്യുന്നത്?
അല്ല, ഇതിലെ പ്രതിവിധി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നാം ചരിത്ര പഠനത്തിൻ്റെ എപ്പോഴുമുള്ള വഴി പൂർണ്ണമായിട്ടും അക്കാദമിക് സ്ട്രക്ചറിൽ ഭരണകൂടത്തിൻ്റെ അനുവാദത്തോടു കൂടി മാത്രം നടന്നതല്ല. നമ്മളത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പം സാറ് ചൂണ്ടിക്കാണിച്ച ആദ്യത്തെ വാൾട്ടർ ബെന്യാമിൻ്റെ പരാമർശമുണ്ടല്ലോ, വാൾട്ടർ ബെന്യാമിൻ ചരിത്രം എന്ന് പറയുന്നത് ഭൂതകാലത്തിൽ നിന്നിലെ ഒരു സ്വപ്നത്തെ കയ്യെത്തിപ്പിടിക്കലാണ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ചരിത്രത്തെയും ഫിലോസഫിയെയും ചേർക്കുന്ന പ്രബന്ധം നടക്കുന്നത് നാസി ജർമ്മനിയുടെ കാലത്താണ്. അദ്ദേഹം അതിനുശേഷം മോർഫിൻ കുത്തിവെച്ച് ആത്മഹത്യ ചെയ്യുന്ന ഒരു ചിന്തകനാണ്. 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും മഹാനായ ചിന്തകരിൽ ഒരാളായിരുന്നു വാൾട്ടർ ബെഞ്ചമിൻ. പക്ഷെ അദ്ദേഹം നാസി ജർമ്മനിയുടെ കയ്യിൽ പിടിക്കപ്പെടുമെന്നുള്ള നിമിഷത്തിൽ അങ്ങനെ കൊല്ലപ്പെട്ട ഒരാളാണ്. അതുകൊണ്ട് ഹിസ്റ്റോറിയൻസിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ അവരെപ്പോഴും ഭരണകൂടത്തിൻ്റെ അനുവാദം വാങ്ങി അവരുടെ അക്കാഡമിക് സെൻറ്ററുകളിൽ അവരുടെ അടിമത്തം അനുസരിച്ച് മാത്രം പ്രവർത്തിച്ചവരൊന്നുമല്ല. അപ്പം അതുകൊണ്ട് ചരിത്രത്തിൻ്റെ പ്രതിവായനികൾ ശക്തിപ്പെട്ടു വരേണ്ടതുണ്ട്. അതൊരു ഭാഗമാണ്. മറുഭാഗത്ത് തീർച്ചയായിട്ടും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പാഠപുസ്തകങ്ങളിലെ തിരുത്തലുകൾ എന്ന് പറയുന്നത് ഞാൻ കരുതുന്നത് അതിന് പലപ്പോഴും പലരും അത് വിശകലനം ചെയ്യുന്നത് വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് ചില നിമിഷങ്ങളിൽ ഉണ്ടാവുന്ന പെട്ടെന്ന് ചിലർക്കൊരു വെളിപാട് പോലെ ചില സ്ഥലങ്ങൾ തിരുത്തുന്നു എന്ന്. അങ്ങനെയല്ല. കഴിഞ്ഞ ഒരു 12 വർഷത്തെ ഒരു ഗ്രാഫ് നമ്മൾ പരിശോധിച്ചാൽ, അത് വിശദമായൊരു വിഷയമാണ്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ആ ഗ്രാഫ് പരിശോധിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് കഴിഞ്ഞ ഒരു 2 മാസം മുമ്പ് വയർ എന്ന് പറയുന്ന മാഗസീനകത്ത് ഇന്ത്യയിലെ ഇപ്പോഴത്തെ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ചരിത്ര വിഭാഗത്തിലെ അധ്യാപികയായ ഡോക്ടർ ജയന്തിയുടെ ഒരു പ്രബന്ധം വന്നിരുന്നു. അത് നോക്കിയാൽ കാണാം 12 വർഷത്തിനിടയ്ക്ക് നടത്തപ്പെട്ട തിരുത്തലുകൾക്ക് പരസ്പര ബന്ധങ്ങളുണ്ട്. അത് ശാസ്ത്രരംഗത്തെ തിരുത്തലുകളും ചരിത്രരംഗത്തെ തിരുത്തലുകളും തമ്മിൽ ബന്ധങ്ങളുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ NCERTയുടെ പാഠ്യപദ്ധതിയിൽ നിന്ന് മെൻ്റലീഫിൻ്റെ മറ്റേ ആവർത്തന പട്ടിക തിരുത്തുന്നു. പെട്ടെന്ന് നമുക്ക് തോന്നും ആവർത്തന പട്ടികേൻ്റെ മുകളിലൊക്കെ കൈവച്ചിട്ട് എന്താ രാഷ്ട്രീയ ഹിന്ദുത്വത്തിൻ്റെ വിഷയമാണോ ആവർത്തന പട്ടിക എന്ന് തോന്നും. പക്ഷേ സയൻസ് ഓഫ് ഹിസ്റ്ററി ചരിത്രം എന്ന് പറയുന്നത് ശാസ്ത്രത്തിൽ എങ്ങനെ, ശാസ്ത്രത്തിൽ ചരിത്രം എങ്ങനെ, ഇങ്ങനെ 2 കാര്യങ്ങളുണ്ട് ചരിത്ര പഠനത്തിൽ. ഇപ്പോൾ JD ബർണൽ ഉന്നയിക്കുന്നൊരു വിഷയമാണത്. എന്ന് വെച്ചാൽ ശാസ്ത്രത്തിലെ ഒരു പ്രത്യേക കാര്യത്തെ പഠിക്കുമ്പോൾ ശാസ്ത്രത്തിൻ്റെ ആ ചരിത്രത്തെ കൂടി ആണ് പഠിക്കുക. ഇപ്പോൾ യുറേനിയം എന്ന് പറയുന്ന ഒരു മൂലകത്തെ പറ്റി പഠിക്കുമ്പോൾ, മാഡം ക്യൂറിയെ പറ്റി പഠിക്കുമ്പോൾ മാഡം ക്യൂറി മുന്നോട്ട് വെച്ച ആശയം പഠിക്കപ്പെടും. ശാസ്ത്രം പഠിക്കപ്പെടുമ്പോൾ ശാസ്ത്രത്തിൻ്റെ ചരിത്രം പഠിക്കപ്പെടും. ഇതേപോലൊരു കാര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ടിപ്പു സുൽത്താനെ പറ്റിയിട്ടുള്ള തിരുത്തലുകൾ നിങ്ങൾ നോക്കൂ. 1979 ഇന്ത്യയിലെമ്പാടുമുള്ള പാഠപുസ്തകങ്ങൾക്കകത്ത് സംസ്കൃതവൽക്കരണത്തിൻ്റെ കുറവുണ്ടെന്നും 3% മാത്രമാണ് ഇന്ത്യൻ വിജ്ഞാനീയങ്ങൾ ഉള്ളത് എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യപ്പെടുകയുണ്ടായി. അന്ന് EMS ആണ് അതിനെക്കുറിച്ചൊരു എതിർലേഖനമാകെ ഇവിടെ എഴുതുന്നത്. 79 ഈ സംഭവം നടക്കുന്നത്. അന്ന് ആ സംഭവം നടന്നതിന് ശേഷം പിന്നീട് കാര്യമായി ആ രംഗത്ത് പുരോഗതി ഒന്നും ഉണ്ടായില്ല. 20% ഇന്ത്യൻ വിദ്യാഭ്യാസം കൂട്ടണമെന്നായിരുന്നു ആ റിപ്പോർട്ട്. അതിൻ്റെ മുകളിൽ നടപടിയൊന്നും ഉണ്ടായില്ല. പക്ഷേ വാജ്പേയി സർക്കാരിൻ്റെ കാലം മുതൽ പടിപടിയായി നടന്ന മാറ്റങ്ങളിൽ ആദ്യത്തെ ഘട്ടം തന്നെ ചരിത്രത്തിന് മുകളിലുള്ള കൈവയ്ക്കലായിരുന്നു. 1-ാം ഘട്ടത്തിൽ അത് കർണാടക സ്റ്റേറ്റിനകത്തെ സിലബസിനകത്ത് നിന്ന് ടിപ്പു സുൽത്താനെ നീക്കം ചെയ്തു. 2-ാം ഘട്ടത്തിലാണ് ഈ സെൻട്രൽ സിലബസിൽ നിന്ന്, സെൻട്രൽ യൂണിവേഴ്സിറ്റി സിലബസുകളിൽ നിന്നൊക്കെ ടിപ്പു സുൽത്താനെ ആദ്യം നീക്കം ചെയ്യല്ല, ചരിത്രത്തെ തെറ്റി വായിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി നടക്കുന്നു. ടിപ്പു സുൽത്താനെ പറ്റിയിട്ടുള്ള പ്രധാന പാഠങ്ങളെല്ലാം തിരുത്തപ്പെടുന്നു. 2 ഹിന്ദു യോദ്ധാക്കളാണ് ടിപ്പുവിനെ കൊന്നത് എന്ന പേരിൽ +2 കുട്ടികൾക്ക് പഠിക്കാനുള്ള പാഠപുസ്തകത്തിൽ ഒരു പരാമർശം ഉണ്ടാവുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നു. 3-ാം ഘട്ടത്തിൽ നമ്മൾ കാണുന്നത് ടിപ്പു ഒരു മതഭ്രാന്തനായിരുന്നു, ക്ഷേത്രധ്വംസകനായിരുന്നു, ടിപ്പുവിൻ്റെ ഫോട്ടോ എന്ന പേരിൽ വ്യാജ ഫോട്ടോ എന്നിങ്ങനെ തുടങ്ങി ഇന്ന് നമ്മൾ എന്തൊക്കെ ഈ ഹിന്ദു തീവ്രവാദികൾ പുറത്തുണ്ടാക്കുന്ന നരേഷൻസ് ഉണ്ടോ അതെല്ലാം പാഠപുസ്തകങ്ങളിലേക്ക് വരുന്നതായിട്ടാണ്. ഞാൻ പറഞ്ഞതാണ്, ഇതിന് വളരെ ക്രമികമായ ആസൂത്രിതമായ ഒരു പ്ലാൻ ഉണ്ട്. അതല്ലാതെ ഒറ്റയടിക്ക് വളരെ പെട്ടെന്ന് നടപ്പാക്കപ്പെടുന്ന ഒരു കാര്യമായിട്ട് നിങ്ങൾ ധരിക്കരുത്. അതുകൊണ്ട് തന്നെ അതിനെതിരായ പ്രവർത്തനത്തിനും അത്ര കൃത്യമായ ഒരു അക്കാഡമിക് ആയിട്ടുള്ള സ്ട്രക്ചർ ആവശ്യമുണ്ട്. വെറുതെ കേവലമായ വർത്തമാനം പറച്ചിലുകൊണ്ടോ ഒന്നും കാര്യമില്ല. അക്കാഡമിക് രംഗത്ത് ഈ കാര്യത്തിൽ ഒന്നിച്ച് നിൽക്കാവുന്ന ആളുകൾ ഒന്നിച്ച് നിൽക്കുകയും ഇപ്പം വളരെ ചെറിയ ചില ഗ്രൂപ്പുകളൊക്കെ ആയിട്ടാണ് ഈ ടിപ്പുവിനെ പറ്റി പഠിക്കുന്നവർ, മുഗൾ സാമ്രാജ്യത്തെക്കുറിച്ച് പഠിക്കുന്നവർ, ഇവരൊക്കെ നിലനിൽക്കുന്നത്. അതിനപ്പുറം ഈ അക്കാഡമീഷ്യൻസിൻ്റെ ഇടയിൽ തന്നെ മറ്റു തരം ഈ അക്കാഡമിക് ചർച്ചകൾക്കകത്ത് പലതരം തർക്കങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടാവും. പക്ഷേ ഇത്തരം വിഷയങ്ങളിൽ കുറെ കൂടി ജനാധിപത്യപരമായ ഒരു കൂട്ടായ്മ രൂപപ്പെടണമെന്നാണ് എന്നെപ്പോലുള്ള ആളുകൾ പലപ്പോഴും ആവശ്യപ്പെടാറുള്ളത്. അത് നടക്കാറില്ല എന്നുള്ളത് വളരെ നിരാശാജനകമാണ്. പക്ഷെ അത് നടക്കേണ്ടതാണ്. അതൊന്ന് ആദ്യം സൂചിപ്പിച്ചപ്പോഴും നിൽക്കുന്നു. ഈ പറയുന്ന ഭരണകൂടത്തിൻ്റെ തിട്ടൂരമനുസരിച്ചല്ല യഥാർത്ഥത്തിൽ ലോകത്തെ വലിയ ചരിത്രകാരന്മാർ പ്രവർത്തിച്ചിട്ടുള്ളത്. അതിൻ്റെ തെളിവ് മാഷ് പറഞ്ഞ വാൾട്ടർ ബെന്യാമിനെ പോലെ, അന്ന എർണാൻഡിനെ പോലെ,
ഒക്കെയുള്ള വലിയ ചരിത്രകാരന്മാരാണ്. ഹൈഡഗറെ പോലെയുള്ള ആളുകളൊക്കെ ഒരു കാലത്ത് നാസിസത്തിനൊപ്പം നിന്നപ്പോഴും അവരല്ല ചരിത്രത്തിൽ ഓർമ്മിക്കപ്പെട്ടത്. ചരിത്രത്തിൽ ഇന്നും ഉദ്ധരിക്കപ്പെടുന്നത്, ഇപ്പോൾ മുജീബ് സാർ ഇന്നും ഉദ്ധരിക്കുന്നത് വാൾട്ടർ ബെന്യാമിനെയാണ്. അങ്ങനെ ഒരു കാര്യം ആണ് ചരിത്രത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്. അതാണ് ആ ഓർമ്മയോടുകൂടി നമ്മൾ ചരിത്രത്തിൽ ഇടപെടണം എന്ന്